കുറച്ച് കാലം മുൻപ് ഞാൻ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി നല്ല ഹാപ്പി ആയിട്ട് വരയ്ക്കാൻ വേണ്ടിയിരുന്നു. Till then, everything went so smooth until this happened. I had to draw from my imagination. എൻ്റെ ചെറുപ്പകാലത്ത് ഈ ഒരു കാര്യമാണ് എന്നെ വല്ലാതെ തളർത്തിയിരുന്നത്. പക്ഷെ ഇപ്പല്ല, കാരണം എനിക്ക് ഇപ്പം മനസ്സിലായി അത് അത്രയ്ക്ക് വലിയ കാര്യമൊന്നുമല്ല. ആൻഡ് സോ ദ ബിഗ്ഗസ്റ്റ് മിസ്റ്ററി എക്സിസ്റ്റഡ് ഇൻ ദ എൻറ്റയർ വേൾഡ് ഹാസ് ബീൻ ഈസിലി സോൾവ്ഡ്. Quarantine plus cola. Okay then, let's draw something from our imagination. അപ്പോൾ നമ്മൾക്ക് ആദ്യം കുറേ സ്കെച്ചസ് ട്രൈ ചെയ്യാം. ഇങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് കുറേ പോസിബിലിറ്റീസ് കിട്ടും. ആൻഡ് മാക്സിമം വേറെ ടൈപ്പിൽ വരച്ച് നോക്കുക. എന്നാലാണ് എങ്ങനെ വരയ്ക്കുമ്പോഴാണ് അടിപൊളിയായിട്ട് വരിക എന്ന് നമ്മൾക്ക് അറിയുള്ളൂ. പിന്നെ ഈ കാര്യങ്ങൾ നമ്മൾക്ക് എന്തായാലും മുൻപ് കാണാതെ വരയ്ക്കാൻ കിട്ടില്ല. ആൻഡ് ചുമ്മാ ജസ്റ്റ് ഒരു നോർമലായിട്ട് കണ്ടാലും പോരാ. അതുകൊണ്ട് ലേൺ ഹൗ ടു സീ തിങ്സ്. അപ്പോൾ നമ്മൾക്ക് ഈ സ്കെച്ച് കുറച്ചുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കാം. പ്ലസ് ഈ സിറ്റുവേഷന് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പറ്റുന്ന മാക്സിമം കാര്യങ്ങളും ആഡ് ചെയ്യാം. കാരണം ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഡ്രോയിങ് കാണുന്നവരുടെ മൈൻഡിൽ ഈ ഒരു സിറ്റുവേഷൻ എത്തിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ആരെങ്കിലും വന്നിട്ട് നമ്മളോട് ഒരു അടിപൊളി ബ്യൂട്ടിഫുൾ സൺസെറ്റ് വരയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു മൗണ്ടെയ്ൻസിൻ്റെ ഇടയിൽ സൂര്യനെ മാത്രം വരച്ചിട്ട് പോകില്ലല്ലോ. ആ സൂര്യൻ്റെ ഒപ്പം തന്നെ, ആ മൗണ്ടെയ്ൻസിൻ്റെ ഒപ്പം തന്നെ നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ക്ലൗഡ്സ് ഉണ്ടാവും, നല്ല അടിപൊളി ബേർഡ്സ് പറക്കുണ്ടാവും, പിന്നെ ട്രീസ് ഉണ്ടാവും. അങ്ങനെ ആ ഒരു സിറ്റുവേഷനെ ബ്യൂട്ടിഫുൾ ആക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ മാക്സിമം കാര്യങ്ങൾ ആഡ് ചെയ്യും. അതേപോലെ തന്നെ ഇതും ഈ സിറ്റുവേഷനെ അടിപൊളിയാക്കാൻ പറ്റുന്ന ഈ സിറ്റുവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പറ്റുന്ന മാക്സിമം കാര്യങ്ങളും ആഡ് ചെയ്യുക. ആൻഡ് ഇതിനുള്ള ഈസി വേ എന്തെന്നാൽ, ഈസി മെത്തേഡ് എന്തെന്നാൽ, സ്റ്റാർട്ട് ടു ഒബ്സർവ് ഓൾമോസ്റ്റ് എവരിത്തിങ്. അപ്പോൾ ഈ ഒരു ഡ്രോയിങ്ങിനെ ഇനി നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകും. അതായത് ഈ വാട്ടർ കളർ, സ്കെച്ച് പെൻസിൽസ്, ഡിജിറ്റൽ പെയിൻറ്റിങ്, പെൻസിൽ ഡ്രോയിങ്. അങ്ങനെ ഞാൻ ഡിജിറ്റൽ പെയിൻറ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. കാരണം അത് കുറച്ചുകൂടി ഈസി ആണ്, കുറച്ചുകൂടി ഒന്ന് ഫാസ്റ്റും ആണ്. അപ്പോൾ ജസ്റ്റ് ഒരു പിക്ക് എടുക്കുക, വേറെ ലെയർ ഇടുക, ആൻഡ് വരയ്ക്കാൻ തുടങ്ങുക. ആസ് സിമ്പിൾ ആസ് ഇറ്റ് ഈസ്. പിന്നെ വരയ്ക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ശ്രദ്ധിച്ച് വരയ്ക്കുക. പിന്നെ ആ ഫോട്ടോന് ആ ഒരു സിറ്റുവേഷൻ്റെ ഒരു മൂഡ് അല്ലെങ്കിൽ ആ ഒരു ഫീൽ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ നമ്മുടെ ഡ്രോയിങ് കാണുന്നവരുടെ മനസ്സിൽ ആ ഒരു ഡ്രോയിങ്ങിൻ്റെ സിറ്റുവേഷൻ്റെ ഒരു ഫീൽ കിട്ടണം, ആ ഒരു മൂഡ് തന്നെ അവർക്ക് കിട്ടണം. എന്നാലേ ഐ തിങ്ക് നമ്മളുടെ ഡ്രോയിങ്ങിനൊരു ലൈഫ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഫ്രണ്ട്സ്, ഈ ഒരു കാര്യം പഠിക്കാനുള്ള ഒരു ഈസി മെത്തേഡ് എന്തെന്നാൽ, ലേൺ ഫ്രം വാട്ട് യു ഒബ്സർവ്. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, വി സീ, വി ഒബ്സർവ് ആൻഡ് വി ലേൺ. ആൻഡ് ഈ 3 കാര്യങ്ങൾ കറക്റ്റായിട്ട് വന്നാൽ, വി വിൽ ഹാവ് അവർ ഹോൾ ഇമാജിനേഷൻ right in front of us.